ഹലോ, അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡ്രീം മേക്കേഴ്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് മാർക്കോൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നത്. ഇന്നലെ നമ്മൾ സെക്കൻഡ് ഡേ ഒരു സെക്കൻഡ് ഷോയ്ക്കാണ് നമ്മൾ പോയി മാർക്കോ കണ്ടത്. അപ്പോൾ തന്നെ റിവ്യൂ ചെയ്യണം എന്ന് തോന്നി. കാരണം ഇത്രയും ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലെവൽ മാറ്റിയ ഫിലിം എന്നൊക്കെ പറഞ്ഞല്ലോ. സോ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് ലേഡീസിൻ്റെ കൗണ്ട് വളരെ വളരെ കുറവായിരുന്നു. എന്താ പറയുക, ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 10 അത്രയും പോലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കൗണ്ട് കുറവാണ്. പിന്നെ വയലൻസിൻ്റെ ഒരു എക്സ്ട്രീം അല്ലേ, ഞാൻ ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ ഒരു വയലൻസ് മൂവി ആണെന്നൊക്കെ, അതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു ഭയങ്കര എക്സ്ട്രീം വേർഷനായിട്ട് എനിക്ക് തോന്നി. എന്താ ഒപ്പീനിയൻ പറ, അല്ല മാർക്കോ കണ്ടിട്ട് എന്താണ് ശരിക്കും നമുക്ക് പെട്ടെന്ന് പറയാൻ എന്താ തോന്നുന്നത്? മാർക്കോ നോർമൽ മൂവിനൊക്കെ ഇത്തിരി എന്താ പറയാ, കൊട്ടൂര നിഷ്ഠൂര എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഇത്തിരി വയലൻസ് കൂടുതലാണ്. അപ്പോൾ ഈ എന്താ പറയാ, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഇന്ന് പോയി അല്ല ശരിയാ, നമുക്ക് മനസ്സിൽ ഞാൻ തന്നെ കുറേ സീൻസ് വരുമ്പോൾ ഇങ്ങനെ അടച്ചു അടക്കില്ല എന്ന് വിചാരിച്ചാലും അടച്ചു പോയി. അത്രയും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു നമുക്കൊരു എന്താ പറയാ, നായകൻ ഇൻട്രോ, ക്യാമറ ഒരു ആംഗിള്, അങ്ങനത്തെ പിന്നെ കളർ ഗ്രേഡിയൻ്റ് അതൊക്കെ എടുത്ത് പറയണം, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ ഇൻട്രോയിലാണ് തൊട്ട് മുന്നേ തന്നെ നമുക്ക് വയലൻസ് സ്റ്റാർട്ടാവും. അപ്പോൾ വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക പടത്തിലും കണ്ടു കഴിയുമ്പോൾ കട്ട് ചെയ്ത പോലെ പോകും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ പെയിന് നമുക്ക് കൂടി ഫീൽ ആവുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും മിക്ക പടത്തിലും നായകൻ വന്ന് കുറേ ആൾക്കാരെ വീട്ടിൽ അറ്റാക്ക്, സോറി സ്പോയിലർ ആകുന്നില്ല, അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നായകൻ വന്നിട്ട് രക്ഷിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഇത് സാധാരണ നോർമൽ ആൾക്കാരെ പോലെ തന്നെ 2 അടി കിട്ടി കഴിഞ്ഞാൽ ഏത് നായകനും കിടക്കും. അപ്പോൾ നായകനെ ഉപയോഗിച്ച് നായകൻ നിസ്സഹായനാണ്, ഒന്നും ചെയ്യാനില്ല. പിന്നെ ട്രോള് ട്രോളല്ല, എന്നാലും ഞാൻ പറയാം ഉണ്ണിമുഖൻ കുറെ പ്രോബ്സ് ഒക്കെ കൊടുക്കും. ഞാൻ എന്തായാലും രക്ഷിക്കാൻ ഞാൻ ഉള്ളടത്ത് അതാ പറഞ്ഞത്, പ്രോമിസ് ഒക്കെ അവരുടെ ഒക്കെ കാര്യം കട്ടപ്പൊക്കെ ആയിരുന്നു. അതൊന്നും പറയാം. പക്ഷെ നല്ലൊരു അടി ഉണ്ണിമുഖൻ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റൈലിഷ് ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ നൈസാണ്. കോസ്റ്റ്യൂം നല്ലതായിരുന്നു. പിന്നെ ആ ഒരു ക്യാമറ ടീമൊക്കെ നല്ല ബെസ്റ്റ്. നമ്മള് പിന്നെ ജഗദീഷേട്ടനെ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ നമ്മൾ അപ്പുക്കൂട്ടനിൽ നിന്നും ഈ പുള്ളിനെ കാണുമ്പോ ഇപ്പൊ നമുക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വീണ്ടും ഏതായാലും അപ്പുക്കൂട്ടന്റെ കോമഡി കണ്ടാലും നമുക്ക് ഇപ്പൊ ഏക്കാത്ത പോലെ. കാരണം പുള്ളി ഇത് ചെയ്തത് അങ്ങനത്തെ രീതിയിലാണ്. എനിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു വെറുപ്പോ എന്തോ ആ ലുക്ക് കണ്ടപ്പോ എനിക്ക് ഒട്ടും അങ്ങനത്തെ ഒരു ഫീല് കിട്ടും. പുള്ളി തന്നെ ഏതോ ഇന്റർവ്യൂല് പറയുകയും ചെയ്യുന്നുണ്ട്, പുള്ളിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യും. ശരിയാണ്, ഭയങ്കര കട്ടയ്ക്ക് സിദ്ദിഖും ജഗദീഷും അടിപൊളിയായിരുന്നു. ഭയങ്കര വെറുപ്പായിപ്പോ ആ ഒരു ക്യാരക്ടർ അത്രയും എടുക്കും എന്ന് അറിയില്ല, അതുപോലെ സൂപ്പർ ആയിരുന്നു. പിന്നെന്താ പറയാനുള്ള വില്ലനായിട്ടൊരു തമിഴ് തെലുങ്കിലേക്കുള്ള ഒരു വില്ലനുണ്ട്, പുള്ളിനെ പറയാതിരിക്കാൻ വയ്യ. ലാസ്റ്റ് വരുന്നത് പുള്ളിയും ഒരു രക്ഷയില്ല. പുള്ളിയാണ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോണ പുള്ളിയാണ്. പിന്നെ ഷമ്മി തിലകന്റെ മകനുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു. പക്ഷെ അത് നമ്മൾ പറയില്ല, നമ്മള് ശരിക്കും ആ ഒരു ക്യാരക്ടർ നമുക്ക് വെറുത്ത് പോകുന്ന രീതിയിൽ അവർ ആ ക്യാരക്ടർ അത്രയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും സ്റ്റോറി ലൈൻ പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു 1 ലൈനിലൊക്കെ തീർന്ന പോലെ സംഭവം. പക്ഷെ അവരെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, ഞാൻ ഇത്രയും നാളില് വെച്ച് കണ്ടതില് കുറെ വയലൻസ് ഉള്ള മൂവീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഇങ്ങനത്തെ വയലൻസ് മൂവീസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഏറ്റവും അവസാനം കണ്ട വയലൻസ് എന്ന് പറഞ്ഞാൽ ആ കില്ലെന്ന് പറഞ്ഞ ഒരു ഹിന്ദി പടമാണ്. പക്ഷെ അത് ഇതിന്റെ അടുത്തെത്തൂല കാര്യം. ഞാൻ കണ്ടിട്ടില്ല ഇത്രയും, എനിക്ക് തോന്നുന്നില്ല നമ്മളെ മലയാളത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ഫാമിലീസിനൊന്നും. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ 18 above ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ശരിയാണ്, നമുക്ക് ഒരുപാട് ലേഡീസ് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേര് വന്ന് ഈ മൂവി കാണും. നമുക്ക് അത്രയും കഠിന ഹൃദയമാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കാൻ പറ്റും. ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ചെവി കടിച്ചെടുക്കുന്ന അങ്ങനെ. പക്ഷെ അതൊക്കെ സിനിമ കണ്ടു കഴിയുമ്പോൾ ട്രെയിലറല്ല കണ്ടുള്ള, അപ്പൊ ട്രെയിലറിലെ ചെവി അടിച്ചെടുക്കുന്ന അതൊക്കെ ഇതുവരെ എന്താ പറയാ ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, നമ്മൾക്ക് കണ്ടി സഹിക്കൂല അതിന്റെ. ഞാൻ കുറെ സീനിലൊക്കെ കണ്ടുകൂട്ടിയത് എന്നെ കൊണ്ട് കാണാൻ പോയി. പക്ഷെ എന്തിനു പോയി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ എന്താണെന്ന് അറിയാനുള്ള നല്ല ആകാംക്ഷ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ.
പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കണ്ണൂത്തിരുന്നോണ്ട് കുഴപ്പം. അത് നമ്മൾ അതാണ് സീൻ കട്ട് ചെയ്യുന്നില്ല. അത് ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വരികയാണെങ്കിൽ അത് കൊന്ന് അയാളെ എന്താ പറയാ അവസാനം വരെ ജീവൻ വിട്ടിട്ടേ അടുത്ത ഷോട്ടിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടിന്യൂറ്റി കൂടി. ഭയങ്കര ഒരു സൈക്കോ ആണോ എന്തോ ആണോ എനിക്കറിയാൻ പാടില്ല. ഇത്രയും വയലൻസ് ഉള്ള ഒരു മൂവി എനിക്കറിയില്ല. ഞാൻ ഇത്രയും നാൾ വെച്ച് കണ്ടതിൽ മലയാളത്തിൽ ഒരിക്കലും ഇല്ല. പിന്നെ അന്യഭാഷകളിലുണ്ടോ ഇതിലും വെല്ലുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അത്രയും അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഇതാണൊരു എക്സ്ട്രീം വേർഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല സംഭവങ്ങളും പല സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളം ഇൻഡസ്ട്രി ഒക്കെ ഇങ്ങനെ വരും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മൾ ഇന്ന് വരെ കണ്ട പടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇപ്പൊ വില്ലൻ ഒരു നായകനെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, അപ്പൊ നായകൻ വന്ന് രക്ഷിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സീനിലൊക്കെ ചില ആൾക്കാര് പുറകിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ പറ്റും. പക്ഷെ അങ്ങനെയല്ല സീൻ വരുന്നത്. ശരിക്കും അതൊരു ട്വിസ്റ്റ് പോലെ തോന്നി. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം അതിൽ കൊടുത്തിട്ടില്ല. മിക്ക സീൻസും അങ്ങനെയായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ഉണ്ണിമൂന്നനൊന്നും പറയാനില്ല. ഉണ്ണിമൂന്നന്റെ ആ സ്റ്റൈലിഷ് ലുക്ക് ശരിക്കും ഭയങ്കര എഫേർട്ട് ആ ഒരു മൂവിയിൽ കാണാം. അപ്പൊ എല്ലാരും കണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനൊട്ടും പറ്റാത്തവര് വയലൻസ് എനിക്ക് പറയാനുള്ള വയലൻസ് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കുട്ടികളെ മാക്സിമം ഒഴിവാക്കുക. പക്ഷെ മൂവീസ് എന്തായാലും ബോക്സ് ഓഫീസ് തൂക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ബൈ.